ഹായ് ഗൈസ്, ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഞങ്ങളിന്ന് മൂകാംബികയ്ക്ക് പോവുകയാണ്. അപ്പോൾ പലരും പല പല സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. ഞങ്ങളിന്ന് വർക്കലയിൽ നിന്നാണ് കയറുന്നത്. കൊല്ലത്തുനിന്ന് കയറുന്നവരുണ്ട്, കോട്ടയത്തു നിന്ന് കയറുന്നവരുണ്ട്. അങ്ങനെ 10-20 പേരായിട്ടുള്ളൊരു യാത്രയാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും ട്രെയിനിലാണ് പോകുന്നത്. നമ്മൾ ട്രെയിനൊക്കെ ഇതാ എത്തി. നമ്മൾ പരശുറാം എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളവിടെ എത്തും. ട്രെയിൻ ലേറ്റ് ആയില്ലെങ്കിൽ ഞങ്ങളിന്ന് എത്തും. 10-20 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരുപാട് പേരും കുട്ടീസാണ് കേട്ടോ. നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ആലുവ പുഴയുടെ തീരത്ത് നേരത്ത് ഇത് ഏതോ ഒരു ജില്ലയാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്ത് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ ഏകദേശം 1 മണി ആയപ്പോൾ തന്നെ തൃശ്ശൂരൊക്കെ എത്തി. അപ്പോൾ ട്രെയിൻ നല്ല സ്പീഡിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലേറ്റ് ആവാതെ തന്നെയാണ് പോകുന്നത്. എന്തായാലും ട്രെയിനിലാണല്ലോ യാത്ര. അപ്പോൾ ഒരുപാട് യാത്രകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ കളികളൊക്കെ കളിച്ചിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങി. പിന്നെ വ്ളോഗ് എടുക്കാനുള്ളൊരു ഇതെനിക്കില്ലായിരുന്നു. ഞാനവിടെ നല്ല ഉറക്കമായിരുന്നു. ഇത് നമ്മൾ പോണത് നീതിക്കടലാണ്. നീന്താൻ പറ്റും. അങ്ങനത്തെ ഞങ്ങളൊരു 9:30 ആയപ്പോൾ തന്നെ മംഗളൂരു സ്റ്റേഷനെത്തി. ഇനി ഇവിടെ നിന്നാണ് അടുത്ത യാത്ര. അപ്പോൾ നമുക്ക് ബസ്സിൽ വേണമെങ്കിൽ പോവാം, ട്രെയിനിൽ വേണമെങ്കിൽ പോവാം. പക്ഷേ ഇവിടുന്ന് 8 മണിക്ക് ശേഷം നമുക്ക് ബസ്സില്ല, ബസ് സർവീസ് ഇല്ല. മൂകാംബികയിലേക്ക് ബസ് സർവീസ് ഇല്ല. അപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം പോസ്റ്റായി അവിടെ നിന്നു. പിന്നെ നമ്മൾ അവിടെ അന്ന് സ്റ്റേ ആയിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫ്ലാഗ്, വലിയൊരു ഫ്ലാഗ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. രാത്രി അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നപ്പോൾ ഞാൻ അതാണ് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നത്. ഇനി അടുത്ത യാത്ര വെളുപ്പിനാണ്. അതുവരേക്കും ബൈ.